ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണത്തിന് വേണ്ട ഒരു വിഭവമായിട്ടാണ്. രസം ഉണ്ടാക്കാനുള്ള റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അത് ഒരു 1/2 ടീസ്പൂണ് ജീരകം, 1 സ്പൂണ് കുരുമുളക്, 2 സ്പൂൺ മല്ലി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി വൃത്തിയാക്കി തോല് കളഞ്ഞ് വൃത്തിയാക്കിയത്, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, എല്ലാം കൂടി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി ഒരുവിധം ക്രഷ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇടുക. അടുപ്പത്ത് ഇത് പാകപ്പെടുത്താനുള്ളൊരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെ ഒരു 400 മില്ലി കൊള്ളണ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ 400 മില്ലിയും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി, അപ്പോൾ 1.5 കപ്പ് വെള്ളം കൂടിയും അതിലൊഴിച്ചു. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി തിരുമ്മി പിഴിഞ്ഞിട്ട് ആ പുളി അതിലൊഴിച്ചു. ഒരു വേപ്പില കുറച്ചിട്ടു. അതിൽ പിന്നെ കുറച്ച് ഉപ്പ്, ഒരു തക്കാളി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് പാകമാകുമ്പോൾ അതിൽ കുറച്ച് മല്ലിയില, നല്ലപോലെ കുറച്ച് തിളയ്ക്കണം. കുറച്ച് കായപ്പൊടി ചേർക്കണം. അതെല്ലാം കൂടിയിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ മല്ലിയില അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് വയ്ക്കുക. പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിൽ പിന്നെ കടുക്, ഉലുവ, വേപ്പില, ഉണക്കമുളക്, ഒരു 2 മുളക് പൊട്ടിച്ചതും കൂടിയിട്ട് എല്ലാം കൂടിയിട്ടിട്ട് മൂത്ത മണം വരുമ്പോൾ മുളക് നന്നായി ബ്രൗൺ കളറാവണം. പിന്നെ വേപ്പിലയും കടുകും ഉലുവയൊക്കെ പൊട്ടിയിട്ട് വേപ്പിലയും കൂടിയിട്ട് താളിച്ച് നല്ല മൂത്ത മണം വരുമ്പോൾ അത് ഈ രസക്കൂട്ടിലേക്ക് ഒഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു രസമായിരിക്കും. പുളിയും ഉപ്പൊക്കെ പാകത്തിന് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് അത് ചേർക്കുക. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിൻ്റെ വിഭവത്തിലേക്ക് വേണ്ട ഒരു ഐറ്റം കൂടി ആയിരുന്നത്. ഞാൻ ഇന്ന് സാമ്പാർ, എരിശ്ശേരി ഇതിലിട്ടുണ്ട്. പിന്നെ മുന്നത്തെ വീഡിയോയിൽ അവിയൽ, ഒരു വെള്ളരി, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ താങ്ക് യു. എൻ്റെ വിഭവങ്ങളായ മുന്നേ ഇട്ടിട്ടുള്ള സാമ്പാർ, എരിശ്ശേരി, അവിയൽ, വെള്ളരി, ഇതൊന്നും ഈ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക, നോക്കുക. അത് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക. അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ താങ്ക് യു.